നമസ്കാരം. ഇന്ത്യ സന്ദർശനത്തിന് പിന്നാലെ UK സ്വദേശിയായ 42-കാരി ലോറി ഡെൻമാന്റെ തലച്ചോറിൽ കണ്ടെത്തിയത് 38 വിരകളെ. ന്യൂറോസിസ്റ്റി സർക്കോസിസ് എന്ന ഗുരുതരമായ രോഗബാധയാണ് ഇവർക്ക് പിടിപെട്ടത്. 2010-ൽ ഒരു റെസ്റ്റോറന്റിലെ ശുചിമുറിയിൽ വെച്ച് ലോറിയുടെ ശരീരത്തിൽ നിന്ന് 1 മീറ്ററോളം നീളമുള്ള വിര പുറത്തുപോയതായിരുന്നു സംഭവങ്ങളുടെ തുടക്കം. ആദ്യം പരിശോധനകളിൽ മറ്റു കുഴപ്പങ്ങളൊന്നും കണ്ടില്ലെങ്കിലും തൊട്ടടുത്ത വർഷം ഇവർക്ക് കടുത്ത അപസ്മാരബാധ ഉണ്ടാവുകയായിരുന്നു. തുടർന്ന് ഡോക്ടർമാർ നടത്തിയ വിശദമായ സ്കാനിങ്ങിലാണ് തലച്ചോറിനുള്ളിൽ ഇത്രയധികം വിരകൾ തങ്ങി നിൽക്കുന്നതായി കണ്ടെത്തിയത്. 2007-ൽ ലോറി 3 മാസത്തെ സന്ദർശനത്തിനായി ഇന്ത്യയിലേക്ക് വന്നിരുന്നു. ഈ യാത്രക്കിടയിലാണ് ലോറിയുടെ ഉള്ളിൽ വിരയുടെ മുട്ടകൾ എത്തിയതെന്ന് ഡോക്ടർമാർ കരുതുന്നു. സാധാരണയായി യാത്രകളിൽ മാംസാഹാരം കഴിച്ചാൽ വയറിന് അസുഖം വരുമെന്ന് പേടിച്ച് ലോറി പൂർണ്ണമായും സസ്യാഹാരം മാത്രമാണ് കഴിച്ചിരുന്നത്. എന്നിരുന്നാലും അവർ കഴിച്ച ഏതെങ്കിലും പച്ചക്കറികളിലോ കുടിച്ച വെള്ളത്തിലോ അറിയാതെ കലർന്ന ടേപ്പ് വേം എന്ന വിരയുടെ കണ്ണിന് കാണാത്തത്ര ചെറിയ മുട്ടകൾ ഉള്ളിൽ പോയതാണ് ഈ രോഗത്തിന് കാരണമായതെന്ന് ഡോക്ടർമാർ കരുതുന്നു. തലച്ചോറിൽ വിരകൾ വളരാൻ തുടങ്ങിയതോടെ കടുത്ത തലവേദന, അപസ്മാരം, മാനസികമായ ബുദ്ധിമുട്ടുകൾ എന്നിവ ലോറിയെ വിടാതെ പിന്തുടർന്നു. ഡോക്ടർമാർ എന്നെ അരികിലിരുത്തി പറഞ്ഞു, ഞങ്ങൾ സ്കാൻ റിപ്പോർട്ട് നോക്കി, നിങ്ങളുടെ തലച്ചോറിൽ 38 വിരകളുണ്ട്. അത് കേട്ടപ്പോൾ ഞാനും അമ്മയും പൂർണ്ണമായി തകർന്നുപോയി. എന്തു ചെയ്യണമെന്നറിയാതെ പകച്ചു നിന്നു. ലോറി പറയുന്നത് ഇങ്ങനെയാണ്. തുടക്കത്തിൽ വിരകളെ കൊല്ലാനുള്ള മരുന്നുകളാണ് നൽകിയത്. എന്നാൽ മരുന്ന് കഴിച്ചപ്പോൾ തലച്ചോറിൽ വിരകൾ ഇരുന്ന ഭാഗങ്ങളിൽ വലിയ നീര് വന്നു. ഇത് കാരണം ശരീരത്തിന് തരിപ്പും മരവിപ്പും ഒപ്പം വലിയ മാനസിക സമ്മർദ്ദവും ഭയവും അനുഭവപ്പെട്ടു. ഒടുവിൽ ജോലി ഉപേക്ഷിക്കേണ്ടി വന്ന ലോറിക്ക് 6 മാസത്തോളം മാനസികാരോഗ്യ ആശുപത്രിയിൽ പോലും ചികിത്സയിൽ കഴിയേണ്ടി വന്നു. വർഷങ്ങൾ നീണ്ട പോരാട്ടത്തിനൊടുവിൽ 2022-ലാണ് ലോറിക്ക് വീണ്ടും ജോലിക്ക് പോകാൻ സാധിച്ചത്. പന്നികളിൽ സാധാരണയായി കാണപ്പെടുന്ന ടീനിയ സോളിയം എന്ന ടേപ്പ് വേം മൂലമുണ്ടാകുന്ന അസുഖമാണ് ലോറിക്കുണ്ടായത്. ലോകമെമ്പാടും ആളുകൾക്ക് പെട്ടെന്ന് അപസ്മാരം ഉണ്ടാകാനുള്ള പ്രധാന കാരണങ്ങളിലൊന്ന് ഇതാണ്. ഈ വിരയുടെ മുട്ടകൾ ശരീരത്തിലെത്തി വിരിയുമ്പോൾ ആ ലാർവകൾ രക്തത്തിലൂടെ സഞ്ചരിച്ച് തലച്ചോറിലെത്തുകയും അവിടെ ചെറിയ കുമിളകൾ പോലെ തങ്ങി നിൽക്കുകയും ചെയ്തു. ഇത് തുടക്കത്തിലെ ചികിത്സിച്ചില്ലെങ്കിൽ വിരകൾ, തലച്ചോറ്, പേശികൾ, കണ്ണ്, ചർമ്മം എന്നിവയൊക്കെ ബാധിക്കാം. ഇതിൻ്റെ ഏറ്റവും ഗുരുതരമായ അവസ്ഥയാണ് തലച്ചോറിനെ ബാധിക്കുന്ന ഈ രോഗം. ശരിയായി വേവിക്കാത്ത പന്നിയിറച്ചി കഴിക്കുന്നത് വഴിയും വിരയുടെ മുട്ടകൾ കലർന്ന മലിനമായ വെള്ളത്തിലൂടെയോ ഭക്ഷണത്തിലൂടെയോ ഒക്കെ ഈ രോഗം വരാം. കൈകൾ വൃത്തിയായി കഴുകാതെ ആഹാരം കഴിക്കുന്നത് പോലുള്ള മോശം ശുചിത്വ രീതികളിലൂടെയും ഇത് സംഭവിക്കാം. തലച്ചോറിൽ എത്രമാത്രം വിരകൾ ഉണ്ടെന്നതിനെ ആശ്രയിച്ചാണ് ലക്ഷണങ്ങൾ കാണിക്കുന്നത്. ചിലരിൽ വർഷങ്ങളോളം ഒരു ലക്ഷണവും കണ്ടെന്ന് വരില്ല. എങ്കിലും പ്രധാന ലക്ഷണങ്ങൾ ഈ പറയുന്നവയാണ്. പെട്ടെന്നുണ്ടാകുന്ന അപസ്മാരം, വിട്ടുമാറാത്ത കടുത്ത തലവേദന, ഓർമ്മക്കുറവും ബുദ്ധിശക്തി കുറയിലും, പെരുമാറ്റത്തിലും മാനസികാവസ്ഥയിലും ഉണ്ടാകുന്ന മാറ്റങ്ങൾ, ഇവയൊക്കെയാണ് പ്രധാന ലക്ഷണങ്ങൾ. ഓരോ രോഗിയുടെയും അവസ്ഥ നോക്കിയാണ് ഇതിന് ചികിത്സ നൽകുന്നത്. അപസ്മാരം വരാതിരിക്കാനുള്ള മരുന്നുകളും വിരകളെ കൊല്ലാനുള്ള പ്രത്യേക മരുന്നുകളും ഇതിനായി നൽകാറുണ്ട്. ചിലർക്ക് ശസ്ത്രക്രിയ വരെ വേണ്ടിവരും. ലോറിയുടെ കാര്യത്തിൽ മരുന്ന് നൽകിയതോടെ തലച്ചോറിലെ വിരകൾ ചത്തുപോവുകയും അവ അവിടെ കിടന്ന് കല്ലുപോലെ ഉറച്ചു പോവുകയും ചെയ്തു. അതിനാൽ ശസ്ത്രക്രിയ വേണ്ടി വന്നില്ല. 2017-ന് ശേഷം ലോറിക്ക് അപസ്മാരം വന്നിട്ടില്ലെങ്കിലും ജീവിതകാലം മുഴുവൻ അവർക്ക് ഇതിനുള്ള മരുന്നുകൾ തുടരേണ്ടതുണ്ട്. തൻ്റെ ഇത്രയും നീണ്ട ഔദ്യോഗിക ജീവിതത്തിൽ ഒരിക്കൽ മാത്രം കാണാൻ കഴിയുന്ന അപൂർവമായ കേസായിരുന്നു ലോറിയുടേതെന്ന് അവരെ ചികിത്സിച്ച ഡോക്ടർ ബ്രെൻഡൻ ഹീലി പറയുന്നു.